ഹൗസ് കീപ്പർ ജോലിക്കായിട്ട് ഒരു പെൺകുട്ടി ഒരു പുതിയ ഹോട്ടലിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവിടെയുള്ള എല്ലാവരും ആ കുട്ടീനെ കൊല്ലാൻ നോക്കും. ലിറ്ററലി എല്ലാവരും. ദേ വിൽ കിൽ യു എന്നാണ് പടത്തിൻ്റെ പേര്. പടത്തിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ എല്ലാവരും ഇവളെ കൊല്ലാൻ നോക്കും. പക്ഷേ എന്താ കാരണമൊന്നും അറിയില്ല. സോ അതിൻ്റെ റീസൺ എന്താണ്, ഈ ആക്ച്വലി ഇവൾ ആരാണ്, എന്തിനാണ് ആ ഹോട്ടലിലേക്ക് പോയിട്ടുള്ളത് എന്നൊക്കെ ഒരു ചെറിയ ബാക്ക് സ്റ്റോറീസൊക്കെ വെച്ച് നല്ല പ്രോപ്പറായിട്ട് കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് പോകുന്ന ഒരു ആക്ഷൻ കോമഡി ഹൊറർ മൂവിയാണ് ദേ വിൽ കിൽ യു. ഇതിൽ ഹൊറർ എലമെൻ്റ് ഉണ്ട്. അതാണ് ഈ സിനിമയിൽ നിന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറയാം. അല്ലെങ്കിൽ ഇതൊരു ഒരു ഒരു പ്രോപ്പർ ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞൊരു സാധാരണ ആക്ഷൻ പടം ആയേനെ. പക്ഷേ ഇതങ്ങനെയല്ല, ഒരു ഹൊറർ എലമെൻ്റ് കൂടി ഉള്ളത് കൊണ്ട് ഒരു സൂപ്പർ നാച്ചുറൽ, ഒരുമാതിരി ഒരു സാത്താനിക് കൾട്ട് സെറ്റപ്പ് ഉണ്ടല്ലോ നമ്മുടെ റെഡി ഓർ നോട്ടിൻ്റെ സെക്കൻഡ് പാർട്ട്, അതുപോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ മറ്റ് സിനിമകളായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു ടേക്കാണ്. ആൻഡ് ഇതിൻ്റെ ആ ഒരു പ്രിമേസ് ഉണ്ട്, ഇതിൻ്റെ ആ ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട്. അതൊരു ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇനീഷ്യലി തന്നെ പറയും. അവിടെയാണ് നമ്മളിങ്ങനെ ഹുക്കാവുക. അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അതിലാണ് ഈ സിനിമ ഒരു ഹുക്കിംഗ് പോയിന്റ് എന്ന് പറയാം. കാരണം അവിടെ വെച്ച് നമ്മൾ തന്നെ ഒന്ന് ഞെട്ടിപ്പോകും. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും, എന്ത് ചെയ്തിട്ട് ഇവരെ കൊല്ലാൻ പറ്റും എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്. സോ അത് വെച്ചിട്ടാണ് ഈ സിനിമ ഇങ്ങനെ എൻഗേജിങ് ആയിട്ട് പോകുന്നത്. സോ ആ ഒരു പോയിന്റ് നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ഇതിൻ്റെ മേക്കിങ്ങും, ഇതിൽ കുറേ ബ്ലഡ് ബാത്ത് പറഞ്ഞാൽ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ചോര കളാണെന്ന് പറയാം. ബ്ലഡ് ബാത്ത് തന്നെ. സോ ബ്ലഡ് കണ്ട പ്രശ്നമുള്ളവരൊന്നും ഈ സിനിമ കാണരുത്. കാരണം അത്രയും ബ്ലഡ് ബാത്ത് പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഒരു ഭയങ്കര സീരിയസ് ടോണിലൊന്നുമല്ല, ഒരു ആക്ഷൻ കോമഡി മോഡിലാണ് ഈ സാധനം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റേ ഹോളിവുഡിൽ ഇറങ്ങിയ പല സിനിമകളും നമുക്കറിയാം. അതേ രീതിയിൽ തന്നെയുള്ള അതേ പാറ്റേണിൽ പോകുന്നൊരു പടം തന്നെയാണ്. ആൻഡ് ഇതിൽ പെർഫോമൻസ് കുറേ കാര്യങ്ങളൊന്നും നോക്കാനൊന്നുമില്ല. ആക്ഷൻ ഇഷ്ടമാണെങ്കിൽ കണ്ടു നോക്കുക. ഒരു പുതിയ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനം കണ്ട പോലെ ഒരു ഫീലുണ്ട്. സ്ഥിരം കണ്ട് ശീലിക്കുന്ന അതേ ഒരു പാറ്റേണിലുള്ള സാധനം അല്ലാത്തത് കൊണ്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു ഹൊറർ എലമെൻ്റ് കൂടി വന്നതുകൊണ്ടാണ് ഇത് ഒരു സ്പെഷ്യൽ ടേക്കായിട്ട് ഈ സിനിമ നിൽക്കുന്നത്. പക്ഷേ ലോജിക്കും കാര്യങ്ങളൊന്നും നോക്കരുത്. ഒരു ഫുൾ ഒരു 1.5 മണിക്കൂർ നല്ലൊരു ആക്ഷൻ പടം കാണുന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും.